ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കാം. പണ്ടൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നത് പോലെ തേങ്ങാപ്പാലും കപ്പി കാച്ചിയതും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു വട്ടയപ്പം. 2 കപ്പ് അരിയാണ് എടുത്തത്. അതൊരു 6-7 മണിക്കൂർ കുതിർത്ത് വെക്കണം. കുതിർത്ത അരി വെള്ളമൊക്കെ കളഞ്ഞെടുത്തത്. തേങ്ങ ചിരകിയത് 1.5 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, തേങ്ങാവെള്ളം 1 കപ്പ്, പഞ്ചസാര 7 ടേബിൾ സ്പൂൺ, ഏലക്ക 6-7 എണ്ണം, ഉപ്പ് 1/4 ടീസ്പൂൺ, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, ചോറ് 2 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് 1.5 കപ്പ് തേങ്ങ അരച്ചെടുക്കണം. തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളമൊക്കെ കളഞ്ഞ് തോർത്തിയെടുത്ത അരി പകുതിയെടുത്ത് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ ചോറും തേങ്ങാവെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. പാലപ്പത്തിൻ്റെ അത്രയും അരയണ്ട, ചെറിയൊരു തരിതരിപ്പായിട്ടിരുന്നാൽ മതി. ബാക്കിയുള്ള അരി അരച്ചെടുത്ത് അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ മാവെടുത്ത് നമുക്ക് കപ്പി കാച്ചാം. ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പയിൽ വെച്ച് നന്നായിട്ട് കുറുകുമ്പോൾ അത് തണുക്കാൻ വെക്കണം. തീ കുറച്ച് വെച്ച് വേണം കപ്പി കാച്ചാൻ, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ചൂട് മാറുമ്പോൾ നമ്മളെടുത്ത് വെച്ച 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. ഇത് മാവിൽ ചേർത്ത് ഇളക്കാം. അരച്ചു വെച്ച തേങ്ങ കൂടെ ചേർത്തിളക്കി അടച്ചു മാറ്റി വെക്കാം. ഇനി മാവ് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അടുപ്പിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. എന്നാലും ഒരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം.
മാവ് നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞ് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചതിൽ ഒരു 7 ഏലക്കായ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മാവിൽ ഇട്ടിളക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ആവി വരുന്ന അപ്പച്ചമ്പിൻ്റെ തട്ടിൽ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ, സ്റ്റീൽ പാത്രമായാൽ നല്ലത്, ഒഴിച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു 1/4 ഭാഗമേ നിറയ്ക്കാവൂ. ഒരു 20-25 മിനിറ്റെങ്കിലും വേണം വെന്ത് വരാൻ. നല്ല ടേസ്റ്റുള്ള വട്ടയപ്പമാണ്. നമുക്കൊരു പഴയതിൻ്റെ ഓർമ്മ പുതുക്കലും കൂടിയാകാം. വട്ടയപ്പം നല്ല സോഫ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.